നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ ലൈറ്റ് ഡ്രാമ. ആ ഡ്രാമക്കൊടുവിൽ ആതിഥേയരായിട്ടുള്ള ജർമ്മനി ഹൃദയം തകർന്ന യൂറോ കപ്പിൽ നിന്ന് പുറത്തേക്ക്. 2 മണിക്കൂർ നേരത്തെ കിടിലൻ ഫുട്ബോൾ മത്സരമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തിൽ ഡാനി ഓൾമോ മനോഹരമായൊരു പന്ത് പെനാൽറ്റി ബോക്സിൽ കൊടുക്കുന്നു. റൂഡിഗറുടെ തലക്ക് മുകളിലൂടെ കിടലിനായിട്ട് ചാടി ഉയർന്ന് മിഖേൽ മെറീനോ അത് ജർമ്മനിയുടെ വലയിലേക്ക് ഹെഡ് ചെയ്തെത്തിക്കുന്നു. ആ ഗോളിന് സ്പെയിൻ വിജയിച്ച് കയറുന്നു. ആ ഗോള് വീണിട്ടും ജർമ്മനി തിരിച്ചടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. ഇഞ്ചുറി ടൈം കൊടുത്തിരുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ ഇഞ്ചുറി ടൈം 3 മിനിറ്റാണ് വിധിച്ചത്. ആ ഘട്ടത്തിൽ ഫുൾക്രഗിന് ഒരു അവസരം, പക്ഷേ ജസ്റ്റ് വൈഡായിപ്പോയി. അവിടെയും നിർത്താതെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ജർമ്മനിയുടെ ശ്രമം. 3 മിനിറ്റും കടന്ന് 5 മിനിറ്റിലേക്ക് ഇഞ്ചുറി ടൈം പോകുന്നു. അങ്ങനെ പന്തുമായിട്ട് കുതിക്കുന്ന ജമാൽ മുസിയാലയെ കഴുത്തിന് പിടിച്ച് തടയാനുള്ള ശ്രമത്തിലേക്ക് ഡാനി കർവാഹൽ. ഓൾറെഡി യെല്ലോ കാർഡാണ്. അദ്ദേഹം റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക്. പക്ഷേ ടീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തതാണത്. ഒടുവിൽ അതിന് ലഭിച്ച ഫ്രീ കിക്കിലും ഒന്നും നേടാൻ ജർമ്മനിക്ക് കഴിയാതെ വന്നതോടെ ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. സ്പെയിൻ ഇതാ യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. മത്സരം 2-1 എക്സ്ട്രാ ടൈമിൽ സ്പെയിൻ വിജയിച്ച് കയറുന്നത്. നിശ്ചിത 90 മിനിറ്റ് കഴിയുന്ന ഘട്ടത്തിൽ മത്സരം 1-1 സമനിലയിലായിരുന്നു. അവിടെയും ഒരു ലൈറ്റ് ഡ്രാമ നടന്നിട്ടുണ്ട്. വേർഡ്സിൻ്റെ ഗോൾ പിറക്കുന്നത് 89-ാമത്തെ മിനിറ്റിലാണ്. അങ്ങനെയാണ് ജർമ്മനി സമനില പിടിച്ചിരുന്നത്. ഡാനി ഓൾമോയാണ് 2ാം പകുതിയുടെ തുടക്കത്തിൽ സ്പെയിനായിട്ട് ആദ്യ ഗോൾ കണ്ടെത്തിയിരുന്നത്. മത്സരത്തിൽ സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ആൽവരോ മൊറാറ്റ, ലാമിൻ യമാൽ, നിക്കോ വില്യംസ് എന്നിവർ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ഹവേർട്സിനെ മുന്നിൽ നിർത്തി സനെ, ഇൽകെ ഗുണ്ടോഗൻ, ജമാൽ മുസിയാല എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ജർമ്മനി കളിക്കാനിറങ്ങിയത്. ആദ്യ പകുതിയിൽ പെഡ്രിക്ക് പരിക്ക് പറ്റി എന്നുള്ളത് സ്പെയിനൊരു തിരിച്ചടിയായിരുന്നു. പക്ഷേ 2ാം പകുതിയിൽ 51-ാമത്തെ മിനിറ്റിൽ മനോഹരമായിട്ടുള്ളൊരു നീക്കം, ലാമിൻ യമാലിൻ്റെ മെച്യൂരിറ്റി കണ്ട നീക്കം, അദ്ദേഹത്തിൻ്റെ പാസിൽ നിന്ന് ഡാനി ഓൾമോ പന്ത് ജർമ്മനിയുടെ വലയിലേക്ക് എത്തിക്കുന്നു. 1-0 സ്പെയിൻ മുന്നിൽ. പിന്നീട് ജർമ്മനി തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോഴും അതൊക്കെ പാഴായി പോകുന്നു. ഒടുവിൽ 89-ാമത്തെ മിനിറ്റിലാണ് ജോഷുവ കിമ്മിച്ചിൻ്റെ കിടിലൻ അസിസ്റ്റിൽ നിന്ന് ഫ്ലോറിയൻ വേർഡ്സിന് ഗോൾ പിറക്കുന്നത്. മത്സരം 1-1 സമനിലയിലേക്ക്. അങ്ങനെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തിലാണ് ബാക്കി സംഭവ വികാസങ്ങളൊക്കെ നടന്നത്. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ടായിരുന്നു. കുക്കറയുടെ കയ്യിൽ ബോൾ കൊണ്ടിരുന്നു. പെനാൽറ്റി ഷോട്ട് ഉണ്ടായിരുന്നു ജർമ്മനിയുടെ ഭാഗത്ത്. പക്ഷേ ആദ്യം ഇങ്ങനെ വിടർത്തി വെച്ച് കൈയായിരുന്നെങ്കിലും പന്ത് അരികിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊള്ളുന്ന സമയത്ത് അദ്ദേഹം കൈ തൻ്റെ ദേഹത്തോട് ക്ലോസ് ആക്കി പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റഫറി അത് പെനാൽറ്റി കൊടുക്കാതെയും പോയി. അതും ജർമ്മനിക്ക് തിരിച്ചടിയായിരുന്നു. എന്തായാലും ഒടുവിൽ 2-1 സ്പെയിൻ വിജയിച്ച് കയറി. ജർമ്മനി ഇതാ യൂറോ കപ്പിൽ നിന്ന് പുറത്തേക്ക്. സ്പെയിൻ ഇതാ യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ.